ഹായ് ഗൈസ്, എല്ലാവർക്കും വണക്കം. ഞാനിപ്പോൾ പറയാൻ വന്നത് ഈ കുറുവ സംഘം എന്ന് പറഞ്ഞൊരു ടീം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇവരൊക്കെ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് ഈ കേരളത്തിലോട്ട് വന്നിരിക്കുന്നത്? ഇത് മലയാളികളാണോ തമിഴരാണോ കറക്റ്റ് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. തമിഴർ എന്നാണ്, തമിഴന്മാരെന്നാണ് എന്ന് പറഞ്ഞു കേട്ടത്. പക്ഷെ ആരാണെന്ന് കറക്റ്റ് നമുക്കറിയില്ല. എന്താണെങ്കിലും ഇവരെന്ത് ലക്ഷ്യമാണ് കേരളത്തിൽ വെച്ച് നീങ്ങുന്നത്? ഒരുപാട് അക്രമം, അതായത് പൈപ്പ് തുറന്നിടുക, വീടിനടിക്കുക, കൊച്ചുങ്ങളെ കരച്ചിലുണ്ടാക്കുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുമല്ലോ. അപ്പോൾ ഈ ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് നോക്കുക. നിങ്ങൾക്ക് പുറത്തേക്ക് കാണാനുള്ള, വീക്ഷിക്കാനുള്ളൊരു സംവിധാനം. ഞാൻ ആരെയും ഭീതിപ്പെടുത്താനോ അല്ലെങ്കിൽ പേടിപ്പിക്കാനോ പറയല്ല. അപ്പോൾ അങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ പുറത്ത് ഇറങ്ങാതെ വീടിൻ്റെ ഒരു സൈഡിലോ എങ്ങനെ വെച്ചാൽ പുറത്ത് കാണാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ സെറ്റപ്പ് ചെയ്യണം. സെറ്റപ്പ് പറഞ്ഞാൽ കാണാനുള്ള രൂപം ഒന്നും ഉണ്ടാക്കണം. കാരണം ആരാന്ന് അറിയാൻ ഇപ്പോഴത്തെ ഒട്ടുമിക്ക വീടുകളിലും ക്യാമറ ഉണ്ട്, ഡോറുകൾ നോക്കി അറിയാൻ പറ്റും ആരാ എന്താണത്. പിന്നെ CCTV ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ ആരാണെന്ന് ആളെ വ്യക്തമല്ലെങ്കിലും ആൾ മനുഷ്യരാണെന്നുള്ളത് അവർക്ക് മനസ്സിലാകാം. പിന്നെ അവർ മാസ്ക് ഒക്കെ ഇട്ടിട്ടും മുഖമൊക്കെ മറച്ചും എല്ലാം ഒരു ഫുൾ സെറ്റപ്പിൽ വരണം, ആരാ അറിയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ശ്രദ്ധിക്കും. നമ്മളെ തന്നെ ശ്രദ്ധിച്ചാലല്ലേ ജീവിക്കാൻ പറ്റൂ. ഇവന്മാർക്ക് ഒന്നും നോക്കാനുണ്ടാവില്ലേ. ഇവന്മാർ അടിച്ച് തകർത്ത് ഇതൊക്കെ ആക്കിയിട്ട് എന്തെങ്കിലും പിടിച്ച് കുറച്ച് കൊണ്ടുപോകാൻ വരുന്ന ടീമാവും. രണ്ടും കൽപ്പിച്ച് ഇറങ്ങി വരുന്ന ടീമാവും. അപ്പോൾ അതിൻ്റെ മുന്നിലേക്ക് നമ്മൾ ചാടി കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വീണ്ടും പറയാം, അത് പറഞ്ഞ് പേടിപ്പിക്കല്ല. അപ്പോൾ ഈടെ ന്യൂസുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, കുറുവാ സംഘം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞതാണ്, ഒരു ജാഗ്രത ആയിരിക്കാൻ പറഞ്ഞതാണ്. അപ്പം എന്താ പറയുക, എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയൊരു അവസ്ഥയിൽ ഉണ്ടാവട്ടെ അല്ലേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം പറഞ്ഞ് നിർത്തുന്നു. അടുത്തൊരു വീടുമായി വീണ്ടും വരാം.